ഒരു വീട് പണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് നല്ലൊരു പ്ലാൻ ഡിസൈൻ ചെയ്യാൻ. അപ്പോൾ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വീടിൻ്റെ ഏരിയ ഫിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒരു 20 ലക്ഷമാണെന്ന് വിചാരിക്കുക. പ്രസന്റ്ലി ഒരു വീട് പണിയാൻ 2000 രൂപ പെർ സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റ് നമ്മുടെ വീടിൻ്റെ പ്ലാൻ ഡിസൈൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. സെക്കൻഡ് പോയിന്റ് നമ്മുടെ പ്ലാൻ വാസ്തുവിൽ വരയ്ക്കണം, വാസ്തു ഇല്ലാതെ വരയ്ക്കണം എന്നുള്ളത് മുൻകൂട്ടി തന്നെ നമ്മൾ ഡിസൈനറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഡിസൈനർ വാസ്തു ഇല്ലാതെ വരയ്ക്കും, നമ്മൾ കുറ്റിയടിക്കാൻ ഒരു ആശാരിനായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ആശാരി ഓൺ ദ സ്പോട്ടിൽ പ്ലാൻ തിരുത്തി അത് കൊള്ളാക്കാനുള്ള ചാൻസ് ഉണ്ട്. തേർഡ് പോയിന്റ് നമ്മുടെ വീടിൻ്റെ ഫേസ് എപ്പോഴും റോഡ് ആക്സസിനോട് അഭിമുഖമായിട്ട് ഡിസൈൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മുടെ റോഡ് തെക്ക് വശത്ത് കൂടെ പോകണമെന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും വീടിൻ്റെ ഫേസ് കിഴക്കോട്ടായിട്ട് ഡിസൈൻ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഫോർത്ത് പോയിന്റ് എപ്പോഴും ഒരു കോർട്ട്യാർഡ് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം പ്ലാനിൽ. ആ കോർട്ട്യാർഡ് ഒരിക്കലും വീടിൻ്റെ സെൻറ്ററിൽ കൊടുക്കാതിരിക്കുക, വീടിൻ്റെ എക്സ്റ്റീരിയർ വാളിനോട് ചേർന്ന് ഡിസൈൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഫിഫ്ത്ത് പോയിന്റ് ബെഡ്റൂമിലേക്കുള്ള ഡോറുകൾ ഒരിക്കലും ലിവിങ് ഏരിയയിൽ നിന്ന് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഐഡിയൽ ബഡ്ജറ്റ് പ്ലാൻ കിട്ടാനായിട്ട് കമൻറ്റ് സെക്ഷനിൽ പ്ലാൻ എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പേഴ്സണലായിട്ട് പ്ലാനും 3D എലിവേഷനും DM ചെയ്തു തരാം.